Hello everyone, welcome to a new lesson with Maria's Litex. Today we are going to discuss a very popular film titled Eat, Pray, Love, which was directed by Ryan Murphy, and this film was an adaptation of a book of the same name. എലിസബത്ത് ഗിൽബർട്ട് എഴുതിയിട്ടുള്ള ഈറ്റ് പ്രേ ലവ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഫിലിം വേർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് സെമസ്റ്റർ MDC ഇംഗ്ലീഷ് പേപ്പർ titled Introducing Travel Narratives. So let's look at the details of the film. അപ്പോൾ ആദ്യം നമ്മൾ എലിസബത്ത് ഗിൽബർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എലിസബത്ത് ഗിൽബർട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്, ഈറ്റ് പ്രേ ലവ്, ആൻഡ് ദിസ് വാസ് എ വെരി പോപ്പുലർ ബുക്ക്. ഒരുപാട് കോപ്പീസ് വിറ്റഴിഞ്ഞു പോയിട്ടുള്ള 12 മില്യൺ കോപ്പീസ് വേൾഡ് വൈഡ് സോൾഡ് ആയിട്ടുള്ളൊരു പുസ്തകമാണിത്. സോ എലിസബത്ത് ഗിൽബർട്ട് was born in 1969 in Waterbury, and she was an American. She was educated at the New York University, and her career was basically that of a journalist. ഒരുപാട് പബ്ലിക്കേഷൻസിൻ്റെയും മാഗസിൻസിൻ്റെയൊക്കെ ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ തുടങ്ങിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള മാഗസിൻസിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് ബേസിക്കലി എലിസബത്ത് ഗിൽബർട്ട്. ഇവരുടെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പിൽഗ്രിംസ് എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്, ആൻഡ് ദാറ്റ് വാസ് അവാർഡഡ്. ദെൻ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകം ഈറ്റ് പ്രേ ലവ് തന്നെയാണ്. ദിസ് വാസ് റിലീസ്ഡ് ഇൻ 2006, പബ്ലിഷ്ഡ് ഇൻ 2006. ഒരു 199 വീക്കോളം ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ നിലനിന്നിരുന്നൊരു വർക്കാണ്, ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഓവർ 30 ലാംഗ്വേജസ്. 30ഓളം ഭാഷകളിലേക്ക്, 30ൽ കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആണ് ഈ ഒരു വർക്ക്. ആൻഡ് ഹെർ അതർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് കമ്മിറ്റഡ്, ദെൻ ദി സിഗ്നേച്ചർ ഓഫ് ഓൾ തിങ്സ്. ഈ കമ്മിറ്റഡ് എന്ന് പറയുന്നത് ഈറ്റ് പ്രേ ലവ് എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ സീക്വലാണ്, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വരുന്നൊരു വർക്കാണ്. ദെൻ ബിഗ് മാജിക്, ക്രിയേറ്റീവ് ലിവിങ് ബിയോണ്ട് ഫിയർ, സിറ്റി ഓഫ് ഗേൾസ്, ഇതൊക്കെ ഇവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള വർക്ക്സ് ആണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഷി വാസ് നെയിംഡ് ആസ് among the 100 most influential people in the world. ടൈം മാഗസിൻ്റെ 2008 റിപ്പോർട്ടിൽ ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള 100 ആളുകളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇവർ. ഇതൊക്കെ ഈ ഒരു പുസ്തകം കാരണമായിട്ടാണ്. സോ ഇനി ഈ പുസ്തകമാണ് പിന്നീട് റയാൻ മർഫി ഒരു ഫിലിം വേർഷനിലേക്ക് മാറ്റുന്നത്. ആൻഡ് ഹി വാസ് ആൻ അമേരിക്കൻ, ബോൺ ഇൻ Indiana, ആൻഡ് he started his career as a journalist again. റയാൻ മർഫിയും ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. പിന്നീട് ഒരുപാട് ടെലിവിഷൻ പ്രൊഡക്ഷൻ്റെ ഒക്കെ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുണ്ട്. നിപ്പോടാക്, ഗ്ലീ, അമേരിക്കൻ ഹൊറർ സ്റ്റോറി, ദ പൊളിറ്റീഷ്യൻ, ഹോളിവുഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വർക്ക്സിൻ്റെയൊക്കെ പ്രൊഡ്യൂസറായിട്ടുണ്ട്. ആൻഡ് ഹിസ് ഫിലിംസ് ഇൻക്ലൂഡ്, ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫിലിംസാണ് റണ്ണിങ് വിത്ത് സിസേഴ്സ്, ദെൻ ഈറ്റ് പ്രേ ലവ്, ദെൻ ദ നോർമൽ ഹാർട്ട്, ദ പ്രോം തുടങ്ങിയൊക്കെ. അപ്പോൾ ഈറ്റ് പ്രേ ലവിൽ വളരെ പ്രശസ്തിയായിട്ടുള്ള ജൂലിയ റോബർട്ട്സ് ആണ് മെയിൻ റോളിൽ വരുന്നത്. മറ്റുള്ള ആക്ടേഴ്സുമൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആക്ടേഴ്സാണ്. ആൻഡ് ഹി ഹാസ് വൺ സോ മെനി അവാർഡ്സ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സുമായിട്ട് $300 മില്യൺ ഡീല് സൈൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. ദെൻ LGBTQ ആളുകളുടെ റെപ്രസെൻറ്റേഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ പോർട്രയൽസ് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഫിലിംസ് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻസും ഉണ്ട്, നോട്ടഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് വിതൗട്ട് മച്ച് അഡോ നമുക്ക് ഫിലിമിൻ്റെ ഒരു പ്ലോട്ട് സമ്മറിയിലേക്ക് പോകാം. സോ ദിസ് ഈസ് എ ഫിലിം അബൌട്ട് ട്രാവൽസ് ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ യാത്രകളാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ട്രാവൽസ് വേറെയായിട്ടും ലൈഫ് വേറെയായിട്ടും അല്ല നിൽക്കുന്നത്. ഈ ട്രാവൽസ് തന്നെ ഇവരുടെ ജീവിതമായിട്ടും ഇവരുടെ ജീവിതം തന്നെ യാത്രകളായിട്ടും മാറുന്ന ഒരു പിക്ചറാണ് ഈ ഒരു ഫിലിമിലുള്ളത്. സോ ദി മെയിൻ ഹീറോയിൻ ഈസ് ലിസ് ഗിൽബർട്ട്. എലിസബത്ത് ഗിൽബർട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇവരുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ് ഇതാണ് പിന്നീട് ഫിലിമായിട്ട് മാറിയത് എന്ന് പറഞ്ഞു. സോ ദ ഫിലിം ബിഗിൻസ് വിത്ത് ലിസ് ഗിൽബർട്ട് in Bali, where she meets elderly medicine man named Ketit Lair before her journey of self-discovery. During this initial visit, he prophesied that she will return to Bali after losing all her money and gaining it back, and that she will have 2 marriages, one long and one short. So, ഈ ഒരു ഫിലിം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സീനിൽ തന്നെ ബാലിയിലാണ്.
ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്. സോ ബാലിയിൽ ആസ് എ ജേർണലിസ്റ്റ് ഷി ഹാഡ് കം ടു മീറ്റ് ദിസ് മെഡിസിൻ മാൻ നെയ്മഡ് കെറ്റുറ്റ്. അവിടുത്തെ ഇൻഡിജീനസ് ആയിട്ടുള്ള മരുന്നുകളുടെ ഒരു ഹീലറാണ് ഇദ്ദേഹം. ബേസിക്കലി ഒരു വൈദ്യൻ പോലെ, നാട്ടുവൈദ്യൻ പോലെയുള്ള ഒരാളാണ്. ബട്ട് ഹീ ഈസ് വെരി ഫേമസ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു കണ്ട് സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിട്ടാണ് നമ്മൾ ആദ്യം ഇവരെ ലിസിനെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവളോട് പ്രൊഫസി ചെയ്യുന്നുണ്ട്. അതായത് നീ വീണ്ടും ബാലിയിലേക്ക് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. അതുമാത്രമല്ല വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരാളാണ് കെറ്ററ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഒരു ഇന്തോനേഷ്യൻ മോഡ് ഓഫ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പിന്നെ കെറ്ററ്റ് പറയുന്നുണ്ട് ലൈഫിനെ കുറിച്ച് തിങ്ക് വിത്ത് യുവർ ഹാർട്ട് എന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട്. ആൻഡ് യു വിൽ കം ബാക്ക്. ഇത് ഇവളുടെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നിനക്ക് 2 മാരേജസ് ഉണ്ടാവും. ഒന്ന് ഷോർട്ടായിരിക്കും, ഒന്ന് ലോങ് ആയിരിക്കും. ആൻഡ് യു വിൽ കം ബാക്ക് ടു മീറ്റ് മീ ആൻഡ് യു വിൽ ടീച്ച് മീ ഇംഗ്ലീഷ് എന്നൊക്കെ ഇദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇവളുടെ ഈ ജേണിയുടെ മുമ്പിലുള്ള ന്യൂയോർക്കിലെ ഇവളുടെ ലൈഫിലേക്കാണ് പിന്നീട് പോകുന്നത്. സോ പ്രീ ജേണി ലൈഫ് ഇൻ ന്യൂയോർക്ക്. ബാക്ക് ഇൻ ന്യൂയോർക്ക്, ലിസ് ഇസ് trapped in an unhappy marriage with Stephen, and despite their seemingly comfortable life, she feels unfulfilled and emotionally drained. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു മാരീഡ് ലൈഫാണ് പിന്നീട് കാണുന്നത്. ലിസിൻ്റെ ഹസ്ബൻഡ് സ്റ്റീഫനാണ്. സ്റ്റീഫൻ ഇസ് എ ഗുഡ് മാൻ. ഇറ്റ് വാസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നുമല്ല. ഇവർ തമ്മിൽ വഴക്കടിക്കുന്നത് നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ വയലൻസ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ്. എന്നിരുന്നാലും ലിസ് ഇസ് നോട്ട് ഹാപ്പി വിത്ത് ദി ലൈഫ് ദാറ്റ് ഷീ ഈസ് ലിവിങ്. അവളുടെ ഉള്ളിൽ ഉള്ള ഒരു തരം വാക്വമുണ്ട്, ഒരു എംപ്റ്റിനെസ് ഉണ്ട്. അവൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം അവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ ലൈഫ് മീനിങ്ലെസ് ആയി തോന്നുകയും അതിനെക്കുറിച്ച് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള വിഷമിച്ചിട്ടുള്ള ഒരു ലിസിനെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. സോ ഷീ ഫീൽസ് ദാറ്റ് ഹെർ ലൈഫ് ഇസ് നത്തിങ് ആൻഡ് നത്തിങ് ഈസ് ഹാപ്പനിങ് ആൻഡ് ഷീ ഈസ് നോട്ട് ഹാപ്പി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ദിവസം, one night we can see her praying in her own bathroom floor. She realizes she needs a change. She initiates a divorce and devastating Stephen, who doesn't understand her decision. അപ്പോൾ സ്റ്റീഫൻ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. ഇവളുടെ മനസ്സിൽ എന്താണുള്ളത്, ഇത്രയും ഡെസ്പെറേറ്റ് ആണ് എന്നുള്ളത് സ്റ്റീഫൻ ഇസ് നോട്ട് അവെയർ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവൾ ഈ അതിൻ്റെ ഒരു ടെൻഷൻ്റെ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഒരു പീക്കിൽ ബാത്റൂം ഫ്ലോറിലിരുന്ന് വല്ലാതെ കരയുന്നതും ആൻഡ് ഷീ ഈസ് ടോക്കിംഗ് ടു ഗോഡ്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ് ഷീ ഈസ് ടോക്കിംഗ് ടു ഗോഡ്. വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഗോഡിനോട് അവൾ ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഷോ മീ വാട്ട് ക്യാൻ ഐ ഡു, വാട്ട് ഷുഡ് ബി മൈ ഡെസിഷൻ. ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. കാരണം സ്റ്റീഫൻ ഇസ് നോട്ട് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അങ്ങനെ ഇവൾ ഡിവോഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് അവളുടെ ഡിസിഷൻ സ്റ്റീഫനുമായിട്ട് വേർപിരിയാനാണ്. അപ്പോൾ സ്റ്റീഫൻ ഇസ് ഫ്രസ്ട്രേറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഡിവോഴ്സ് വരുമ്പോൾ സ്റ്റീഫൻ ഇസ് റെഡി ടു ഡു എനിത്തിങ്. പക്ഷേ വളരെ എന്താ പറയുക, ട്രൊമാറ്റൈസ് ചെയ്യുന്നൊരു സീനാണ്. സ്റ്റീഫന് കരയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം ലിസ് ഇവനോട് തുറന്നടിച്ച് പറയുന്നുണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റിക്ക് ഓൺ ടു ദിസ് ലൈഫ് വിത്ത് എവറി മോളിക്യൂൾ ഓഫ് മൈ ബോഡി. എൻ്റെ ശരീരത്തിലെ ഓരോ മോളിക്യൂളും എന്നോട് പറയുന്നത് ഞാൻ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വി സി എ സ്റ്റീഫൻ ഹൂ ഇസ് വെരി ഹാർട്ട് ബ്രോക്കൺ. സോ ഡിവോഴ്സ് കഴിയുന്നു. ഡിവോഴ്സിന് ശേഷം ലിസ് വേറൊരാളുമായിട്ട്, ഒരു യങ് ആക്ടറായിട്ടുള്ള ഡേവിഡ് പിക്കോളോയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പാഷനേറ്റ് ആയിട്ടൊക്കെയാണ് ആദ്യം വരുന്നത്. ഒരു ഡീപ്പ് റൊമാൻസ് ഒക്കെ നമുക്ക് കാണാം. പക്ഷേ പിന്നീട് വീണ്ടും ഇവർ തമ്മിലും ചേർന്ന് പോവാതെ ഇറ്റ് ലീവ്സ് ഹെർ മോർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഹെർ ലൈഫ്സ് ഡയറക്ഷൻ ആൻഡ് ഷീ റിയലൈസസ് ദാറ്റ് ഷീ നീഡ്സ് ടു കംപ്ലീറ്റ്ലി റീസ്റ്റാർട്ട് ഹെർ ലൈഫ്. അങ്ങനെ ലിസ് റിയലൈസ് ചെയ്യാണ് അവൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഓറിയൻറ്റേഷൻ വരാനുണ്ട് ലൈഫിന്. ലൈഫ് ഇസ് നോട്ട് ഹാപ്പനിങ് ആസ് ഷീ വാണ്ട്സ് ഇറ്റ് ടു ബി. അങ്ങനെയാണ് ഇവളൊരു യാത്രയിലേക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് അവളുടെ ഒരു ഫ്രണ്ടിനോടുള്ള ഡിസ്കഷനിൽ അവൾ പറയുന്നുണ്ട് അവളുടെ ലൈഫിലെ ഒരു ഏറ്റവും വലിയ ആംബിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു ട്രാവൽ അക്രോസ് ദ വേൾഡ്. അവളുടെ വീട്ടിൽ
കട്ടിലിനടിയിലൊരു ബോക്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവൾ വേൾഡിൻ്റെ മാപ്പും ജിയോഗ്രഫിക് ആയിട്ടുള്ള ബന്ധപ്പെട്ട കുറേ പിക്ചേഴ്സും ഒരു യാത്രകളെക്കുറിച്ചുള്ള ക്രേസുള്ള ഒരാളാണ് ലിസ്. സോ അങ്ങനെ ലിസ് ഫ്രണ്ട്സിനോടൊക്കെ ഒരു അടിപിടി കൂടുന്നുണ്ട് ഈ ഒരു ഡിസിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഷീസ് സ്റ്റാർട്ടിങ് ഹെർ ജേർണി. അപ്പോൾ ആദ്യം ഇവൾ തീരുമാനിക്കുന്നത് ഷീ ഡിസൈഡ്സ് ടു എംബാർക്ക് ഓൺ എ ലോങ് ഇയർ ജേർണി അക്രോസ് 3 countries. ഹർ ഫസ്റ്റ് സ്റ്റോപ്പ് ഇസ് റോം. അപ്പോൾ ആദ്യം അവൾ പോകുന്നത് റോമിലേക്കാണ്. സോ റോം ഇസ് ദ പ്ലേസ് വെർ ഷീ ക്യാൻ എൻജോയ് ഹെർ ലൈഫ് എന്നാണ് ലിസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു മോഡസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് ചെയ്യുന്നു. And then she takes Italian language classes there, and she gets friends like Sophie, and Sophie is a Swedish woman. Then she meets Giovanni, who helps her practice Italian. അങ്ങനെ ഇറ്റാലിയൻ പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ ഡിസ്കവേഴ്സ് ദ പ്ലഷർ ഓഫ് ഇറ്റാലിയൻ ഫുഡ് ആൻഡ് കൾച്ചർ. ഈ ഒരു റോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം റോം ഇസ് ദ പ്ലേസ് വെർ യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. റോമൻസ് ആർ റിയലി പ്ലഷർ സീക്കിംഗ് എന്നുള്ള രീതിയിൽ ഇറ്റലിയിലുള്ളവർ റോമക്കാരെന്ന് പറയുന്നത് അവിടെയാണ് പ്ലഷർ, ലൈഫിൻ്റെ പ്ലഷർ എന്താണ് എന്ന് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണയാണ് ഫിലിം നമുക്ക് തരുന്നത്. അപ്പോൾ അവിടെ അവൾ ഫുഡിനോടുള്ള ഒരു എൻചാൻമെൻറ്റും ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം കഴിക്കുക എന്നുള്ള കലോറി എത്രയാണെന്ന് നോക്കാതെ ഇഷ്ടമുള്ള അത്രയും പിസ്സ ഭയങ്കര രസമായിട്ട് കാണിക്കുന്നുണ്ട്. പിസ്സ കഴിക്കുന്നത് മോർണിംഗിലും ലഞ്ചിനും ഡിന്നറിനൊക്കെ പിസ്സ കഴിക്കുന്ന. സോ അങ്ങനെയുള്ള വളരെ പ്ലഷറിൻ്റെ ലൈഫിൻ്റെ പ്ലഷേഴ്സ് എന്താണെന്ന് എല്ലാ കെട്ടുപാടുകളും ഭേദിച്ചിട്ട് എൻജോയിങ് ലൈഫ്, ഡൂയിങ് വാട്ട് ഷീ വാണ്ട്സ് ടു ഡു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. സോ ഷീ ഡിസ്കവേഴ്സ് ദ പ്ലഷർ ഓഫ് ഇറ്റാലിയൻ ഫുഡ് ആൻഡ് കൾച്ചർ, ആൻഡ് ഷീ ലേൺസ് അബൌട്ട് ദ സ്വീറ്റ്നെസ് ഓഫ് ഡൂയിങ് നത്തിങ്. എ കീ മൊമെൻറ്റ് occurs when Liz and Sophie travel to Naples to experience authentic Neapolitan pizza, symbolizing Liz's embrace of pleasure without guilt. And she gains weight but learns to accept her body and enjoy life's simple pleasures. So അങ്ങനെ ഒരു പ്ലഷേഴ്സിന് സീക്ക് ചെയ്യുന്നൊരു ലൈഫാണ് ഇറ്റലിയിലുള്ള ലിസിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ദെൻ ആ ഒരു യാത്രയ്ക്ക് ശേഷം അവൾ ചൂസ് ചെയ്യുന്നത് ഷീ വാണ്ട്സ് ടു ഗോ ടു ഇന്ത്യ. ആൻഡ് ഇന്ത്യ ഒരു പ്രേയേഴ്സിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്ലേസ് ആയിട്ടാണ് ഇന്ത്യയെ കാണിക്കുന്നത്. അങ്ങനെ ലിസ് സ്റ്റേസ് അറ്റ് ആൻ ആശ്രം where she struggles to adapt to meditation and strict ashram life. അപ്പോൾ ലിസിൻ്റെ ഉള്ളിൽ സ്വയം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഹർ ലൈഫ്? പിന്നെ അവൾ എടുത്ത തീരുമാനത്തിൽ സ്റ്റീഫനെ പിരിഞ്ഞതിൽ ഇപ്പോഴും അവൾക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. എന്നാൽ ആ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത് അവൾക്ക് അവളെ തന്നെ ബ്രേക്ക് ചെയ്യുന്നതിന് തുല്യമായിരുന്നു. സോ ദാറ്റ് ഇസ് വൈ ഷീ ചോസ് ടു പാർട്ട് വിത്ത് ഹിം. അങ്ങനെ ഇന്ത്യയിലെത്തി. അപ്പോഴും അവൾ മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ദർ ആർ സ്റ്റിൽ പ്രോബ്ലംസ് ഇൻ ഹർ മൈൻഡ്. അപ്പോൾ ഷീ മീറ്റ്സ് റിച്ചാർഡ്. he is an interesting person, a very mature person, and he becomes her mentor. കുറച്ചുകൂടെ ഏജ് വൈസ് സീനിയർ ആയിട്ടുള്ള റിച്ചാർഡിനെ മീറ്റ് ചെയ്യുന്നു. റിച്ചാർഡ് ഇസ് ഹെൽപ്പിംഗ് ഹെർ ഔട്ട്. അപ്പോൾ റിച്ചാർഡ് ഇവളെ ഗ്രോസറീസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒരുപാട് ഫുഡ് കഴിക്കുന്നതിനോടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് ഗ്രോസറീസ് എന്നൊക്കെയാണ് ഇവളെ പേരിട്ട് വിളിക്കുന്നത്. സോ റിച്ചാർഡാണ് ഇവളുടെ ഫെയിൽഡ് റിലേഷൻഷിപ്പിൻ്റെ ഗിൽറ്റൊക്കെ കളഞ്ഞിട്ട് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഷീ ഓൾസോ ബോൺസ് വിത്ത് എ യങ് ഇന്ത്യൻ ഗേൾ അബൌട്ട് ടു എൻ്റർ എൻ അറേഞ്ച്ഡ് മാരേജ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി, അപ്പോഴും ആ കല്യാണത്തിനെ കുറിച്ച് കൺഫ്യൂഷനുള്ളൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നുണ്ട് ആശ്രമത്തിൽ. ആൻഡ് ഷീ ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദാറ്റ് വെഡ്ഡിങ് റിച്വൽ. ആ വെഡ്ഡിങ് റിച്വലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും വളരെ ഇമോഷണലായിട്ട് സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലിസിനെ നമുക്ക് കാണാം. അപ്പോൾ ഷീ ഫീൽസ് ലൈക്ക് ഐ ഹാവൻറ്റ് ടേക്കൺ മച്ച് എഫേർട്ട് ടു കീപ്പ് അപ്പ് മൈ റിലേഷൻഷിപ്പ്. എൻ്റെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടില്ല എന്ന് ലിസ് റിഗ്രറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആൻഡ് ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിച്ചാർഡ് ആൻഡ് ദ മെഡിറ്റേഷൻ ഷീ ലേൺസ് ടു ഫോർഗിവ് ഹെർ സെൽഫ് ത്രൂ മെഡിറ്റേഷൻ ആൻഡ് പ്രെയർ. അങ്ങനെ സ്വയം ഫോർഗിവ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷനുള്ള ലിസായിട്ട് അവൾ മാറുന്നു. ആൻഡ് റിച്ചാർഡ് ഹെൽപ്സ് ലിസ് കൺഫ്രണ്ട് ഹർ പാസ്റ്റ് ആൻഡ് ഹർ ഡിവോഴ്സ് ത്രൂ ടഫ് ലവ് ആൻഡ് വിസ്ഡം. A particularly powerful scene shows Richard sharing his own story of personal failure and redemption. റിച്ചാർഡ് സ്വന്തം സ്റ്റോറി ഷെയർ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഒരു റിഡീം ചെയ്യാം, മനസ്സ് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു മോട്ടീവ് ഇവൾക്ക് കൊടുക്കുന്നത് റിച്ചാർഡാണ്. ലിസ് ഫൈനലി അച്ചീവ്സ് ഹർ ഇന്നർ പീസ്
ആഫ്റ്റർ ലേണിംഗ് ടു ക്വയറ്റ് ഹെർ മൈൻഡ് ത്രൂ മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷനിലൂടെ മനസ്സ് ശാന്തമാക്കാൻ ഇവൾ ഇന്ത്യയിൽ വെച്ച് പഠിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് അവിടുന്ന് അവൾ യാത്ര ചെയ്യുന്നത് ഇന്തോനേഷ്യയിലേക്കാണ്. ആൻഡ് ഇന്തോനേഷ്യ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ സിമ്പിൾ ഓഫ് ലവ് ആൻഡ് ബാലൻസ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇമോഷൻസിനെയും ബാലൻസ് ചെയ്യാൻ ഇവൾ പഠിക്കുന്നത് ഇന്തോനേഷ്യയിലാണ് എന്നാണ് ഫിലിം ഫീച്ചർ ചെയ്യുന്നത്. സോ റിട്ടേണിങ് ടു ബാലി, അങ്ങനെ ബാലിയിലേക്ക് ഇവൾ തിരിച്ചു വരും എന്ന് കെറ്റിറ്റ് നേരത്തെ പറഞ്ഞ അതേ ഒരു പ്രൊഫസി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഷീസ് റിട്ടേണിങ് ടു ബാലി ആൻഡ് ലിസ് റീകണക്ട്സ് വിത്ത് കെറ്റിറ്റ് ലെയർ ഹു ടീച്ചസ് ഹെർ ബാലിനീസ് മെഡിറ്റേഷൻ. കെറ്റിറ്റാണ് ബാലിനീസ് ബാലിയിലെ രീതിയിലുള്ള ഒരു മെഡിറ്റേഷനിലേക്ക് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ രീതിയിലുള്ള മെഡിറ്റേഷൻ കുറച്ചും കൂടി സീരിയസ് ആണ് എന്നും ബാലിയിലുള്ള ബാലനീസ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ഈസ് മച്ച് മോർ ഫ്ലെക്സിബിൾ ആൻഡ് പ്ലഷറബിൾ എന്നുള്ള ഒരു എന്താ പറയുക ഐഡിയ ഇതിൽ ഫോർഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഷീസ് ബിഫ്രണ്ടിങ് വയാൻ ആൻഡ് ഹീസ് എ ഹീലർ ആൻഡ് സിംഗിൾ മദർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ലേഡിയെ ഇവൾ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. അവൾക്കൊരു മുറിവ് പറ്റുകയും അങ്ങനെയാണ് ഇവരെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീസ് എ സിംഗിൾ മദർ. അപ്പോൾ വയാൻ ഈസ് എ പ്രേ ഓഫ് എ വെരി അബ്യൂസീവ് റിലേഷൻഷിപ്പ്. വളരെ അബ്യൂസീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി സ്വന്തം മോള് തന്നെ ഡിവോഴ്സ് വാങ്ങാൻ അമ്മയോട് പറയുകയും അങ്ങനെ ഡിവോഴ്സ് വാങ്ങിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു അമ്മയുടെയും മകളുടെയും സ്റ്റോറി കൂടെ അതിൽ കയറി വരുന്നുണ്ട്. ആൻഡ് ദെൻ വയാൻ്റെ സ്റ്റോറി കാണുകയും അവളോട് അടുപ്പാവുകയും ചെയ്യുമ്പോൾ Liz is helping to raise money to buy Vayan a house. Vayan has no house at all. അപ്പോൾ വയാൻ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമേരിക്കൻ ഫ്രണ്ട്സിനോടും എല്ലാവരോടും കൂടെ ചേർന്നിട്ട് ലിസ് ഫണ്ട് റൈസ് ചെയ്തിട്ട് വയാന് വേണ്ടിയിട്ട് ഒരു വീടൊക്കെ വെക്കാനുള്ള പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് ഷീസ് മീറ്റിംഗ് ഫിലിപ്പെ. ഫിലിപ്പെ ഈസ് എ ഡിവോഴ്സ്ഡ് ബ്രസീലിയൻ ബിസിനസ്മാൻ. ഒരു ബ്രസീലിയൻ ആയിട്ടുള്ള ഫിലിപ്പെ ഇവൾ മീറ്റ് ചെയ്യുന്നു. ആൻഡ് ദെവർ മീറ്റിംഗ് ത്രൂ ആൻ ആക്സിഡൻറ്റ്. ഫിലിപ്പെ ഓടിക്കുന്ന വീക്കിൾ ഇവളുടെ സൈക്കിളിനെ തട്ടിയിടുന്ന ഒരു മൊമെൻറ്റിലാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. എനിവേ ഫിലിപ്പ് ആൻഡ് ലിസ് ബിഗിൻ എ റൊമാൻസ്, ബട്ട് ഷീ സ്ട്രഗിൾസ് വിത്ത് ദ ഐഡിയ ഓഫ് ഓപ്പണിങ് ഹെർ ഹാർട്ട് അഗെയിൻ. അപ്പോൾ വൺസ് ഹേർട്ടായിട്ടുള്ള അവളുടെ ഒരു മനസ്സ് തുറന്ന് മറ്റൊരാളെ വീണ്ടും സ്നേഹിക്കാനുള്ള ഇവളുടെ ഒരു പേടി നമുക്കതിൽ കാണാം. ദെൻ ആഫ്റ്റർ എ ഡ്രമാറ്റിക് സീൻ വെർ ഫിലിപ്പെ കൺഫ്രണ്ട്സ് ഹെർ ഫിയേഴ്സ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ലിസ് റിയലൈസസ് ദാറ്റ് ഫൈൻഡിങ് ബാലൻസ് ഡസൻറ്റ് മീൻ ഷീ ഹാസ് ടു സാക്രിഫൈസ് ലവ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് മെഡിറ്റേറ്റ് ചെയ്തും ഒരുപാട് എക്സ്പ്ലോറേഷനിലൂടെയാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സ് ഇവൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇഫ് ഐ മേ ബിക്കം ഹേർട്ട് ബൈ ലവ് എഗെയിൻ എന്നുള്ളൊരു പേടിയിൽ നിന്ന് ഇവൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഈവൻ കെറ്റിറ്റ് ഇസ് അഡ്വൈസിങ് ഹെർ, യു ഹാവ് ടു സംടൈംസ് ബ്രേക്ക് ദ കോഡ്സ്. നമ്മൾ മനസ്സ് സെറ്റ് ചെയ്തിട്ടുള്ള കോഡ്സ് ചിലപ്പം ബ്രേക്ക് ചെയ്തിട്ട് വേണ്ടി വരും ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോവാൻ. ബട്ട് ഇറ്റ് വിൽ ഗിവ് ബാക്ക് ബാലൻസ്. അപ്പോൾ ഇംബാലൻസിൽ നിന്നും കൂടി ബാലൻസ് ഉണ്ടാവാം എന്നുള്ളൊരു ഐഡിയ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഫിലിപ്പ് തന്നെ ഇവളെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇവളുടെ ഈ പേടിയെക്കുറിച്ച് ഫിലിപ്പ് തന്നെ അവളോട് തുറന്നു പറയുകയും ആൻഡ് ദെൻ ഷീ ബിക്കംസ് റെഡി ടു ലിവ് വിത്ത് ഹിം. അങ്ങനെ ഫിലിപ്പ് ഇവളെ ഒരു ഐലൻഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ടു ഹാവ് എ ബ്യൂട്ടിഫുൾ ടൈം ടുഗെദർ. അപ്പോൾ അതിന് ഇവൾ എതിർക്കുന്നു ആദ്യം, ബട്ട് പിന്നീട് അവൾ അതിന് റെഡി ആവുകയും അങ്ങനെ ഫിലിപ്പയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഫിലിപ്പ് ഹാസ് എ സൺ, ഒരു എൽഡർ ആയിട്ടുള്ള സണ്ണുണ്ട് ഫിലിപ്പയ്ക്ക്. ആൻഡ് ഹീസ് അഡ്വൈസിങ് ഹിം. സ്വന്തം അച്ഛന് ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്നൊരു മോനെ നമുക്ക് കാണാം. സോ ദ ഫിലിം എൻഡ്സ് വിത്ത് ലിസ് ഫൈൻഡിങ് പീസ് വിത്ത് ഹെർസെൽഫ് ആൻഡ് അലോയിങ് ലവ് ബാക്ക് ഇൻ ടു ഹെർ ലൈഫ് വൈൽ മെയിൻറ്റെയിനിങ് ഹെർ ന്യൂ ഫൗണ്ട് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പാട്രിയാർക്കലായിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് പോവാണ് എന്നുള്ളൊരു പേടി കൂടി ലിസിനുണ്ട്. ബട്ട് ഷീ മെയിൻറ്റെയിൻസ് ഹെർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഷീ സ്റ്റാർട്ട് ടു ലിവ് വിത്ത് ഹെർ ലവ്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ മേജറായിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ട്രാവൽ ഫോർ ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഹീലിംഗ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ സിലബസിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊരു വശം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കണ്ടത് ഒരു പോസിറ്റീവ് വശം മാത്രമാണ്. ഇതിനൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ട്. ഈ ഫിലിമിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ആ ഒരു ആസ്പെക്റ്റിലൂടെയാണ് ഈ ഫിലിമിനെ അഡ്രസ്സ് ചെയ്യാൻ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എനിവേ ഒരു മേജർ തീം എന്ന് പറയുന്നത് ട്രാവൽ ഫോർ ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഹീലിംഗ് ആണ്. സോ ഈ ഒരു മെമ്മോയറിൽ നമുക്ക്
ഒരുപാട് കീ തീംസ് ആയിട്ടുള്ള സെൽഫ് ഡിസ്കവറി, പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഹീലിംഗ് പവർ ഓഫ് ട്രാവൽ. യാത്ര എല്ലാവർക്കും ഒരു ഹീലിംഗ് ആണ്, സെൽഫ് ഡിസ്കവറി കൂടിയാണ്. യാത്രയിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്, ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ ഉണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ഫൈൻഡിങ് എ ബാലൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ, സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഒരു മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും അതുപോലെ സ്പിരിച്വലായിട്ടുള്ള നീഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ബാലൻസാണ് ലൈഫിൽ പ്ലഷറും ജോയും കൊണ്ടുവരുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. ആൻഡ് ദ ഹീറോയിൻ ഫൈൻഡ്സ് പീസ് ആഫ്റ്റർ ട്രോമ, ബട്ട് ഇറ്റ് ഹാപ്പൻസ് ത്രൂ സീയിങ് സംതിങ് ഓർ എക്സ്പീരിയൻസ് വിച്ച് കുഡ് ഫാസിനേറ്റ് ഹെർ. അപ്പോൾ അവളുടെ ലൈഫിലൊരു മീനിങ് ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള 2-3 സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും. അവിടെ വെച്ചിട്ട് അവളെ ഫാസിനേറ്റ് ചെയ്യുന്ന, ഇൻട്രസ്റ്റ് ചെയ്യുന്ന കുറേ എക്സ്പീരിയൻസസ് കിട്ടിയിട്ടാണ് അവൾ ആ ട്രോമയിൽ നിന്നും രക്ഷപ്പെടുന്നത്. ആ ട്രോമ അവൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, ബട്ട് ഷീ വാണ്ടഡ് ഇറ്റ്. Cultural immersion and adaptation to other cultures give her a chance to escape her world through the journey, and Gilbert achieves emotional healing from her divorce. അപ്പോൾ മറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2-3 കൾച്ചേഴ്സിൻ്റെ ഭാഗമാവുകയും അവിടുത്തെ കൾച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കുകയും ചെയ്തതാണ് ഇവൾക്ക് തിരിച്ചൊരു ഇമോഷണൽ ഹീലിംഗ് ഉണ്ടാക്കുന്നത്. ദ നോളജ് ഓഫ് എ റിന്യൂഡ് സെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി, പുതിയതായി പഠിച്ചെടുത്ത ഒരു തരം സ്പിരിച്വാലിറ്റി, അതിൽ നിന്നാണ് അതിനെ പറ്റിയുള്ള അറിവാണ് അവൾക്ക് സ്വയം ട്രസ്റ്റ് ചെയ്യാനും അവനവൻ്റെ മനസ്സിനെ തന്നെ ട്രസ്റ്റ് ചെയ്യാനും അവനവൻ്റെ സെൽഫിനെ ഒന്നുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനുമുള്ളൊരു വെന്യൂ കൊടുത്തത് ഈ ഒരു സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള പുതിയ ഒരു എഡ്യൂക്കേഷനിലൂടെയാണ്. So too much of self-love at the price of others' feelings was a point of criticism in the film. ഫിലിം വെസ്റ്റേൺ വേൾഡിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരുന്നത് ഒരു കാര്യം, സ്വന്തം ഒരു സെൽഫിൻ്റെ ഒരു ഹാപ്പിനെസ് മാത്രം നോക്കിയിട്ട് ഇവളുടെ മാരീഡ് ലൈഫ് ബ്രേക്ക് ചെയ്യുന്നതിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ആൻഡ് നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു എ മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് ദി ഫിലിം. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ടൂറിസ്റ്റ് ഗെയ്സാണ് ഈ ഒരു ഫിലിമിൽ കാണുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ലിസ് ഈ ഒരു ഫിലിം, അവളിലൂടെ ഈ ഒരു ഫിലിം എങ്ങനെയാണ് ഇന്ത്യയെ അല്ലെങ്കിൽ ബാലിയെ പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇൻ ഈറ്റ് പ്രേ ലവ്, വെൻ ഗിൽബർട്ട് ഗോസ് ടു ആൻ ആശ്രം ഇൻ ഇന്ത്യ ബട്ട് ഫോക്കസസ് മോർ ഓൺ ഹർ പേഴ്സണൽ ഗ്രോത്ത് ദാൻ അണ്ടർസ്റ്റാൻഡിങ് ദി റിയൽ ഹിന്ദു ട്രഡീഷൻസ് ആൻഡ് ദി ആശ്രം. അപ്പോൾ വെറും ഒരു സ്പിരിച്വൽ ടൂറിസമായിട്ട് ഈ ഫിലിം മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് എഗൻസ്റ്റ് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിസിസം. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഒറിജിനൽ മെഡിറ്റേഷൻ്റെ ട്രഡീഷനെയും യോഗയും ഒക്കെ കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കാതെ അതിൻ്റെ ഒരു പ്രാക്ടീസ് മാത്രം ചെയ്യുകയും അതിലൂടെ ഒരു സ്പിരിച്വൽ സ്പാ, നമ്മളൊരു വെൽനെസ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പോലെ ഒരാളുടെ ആത്മീയമായിട്ടുള്ള ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രം കാണിക്കുകയും, അപ്പോൾ അതൊരിക്കലും അവിടുത്തെ കൾച്ചറിനെ റിയലായിട്ട് കാണിക്കുന്നില്ല. വെറും ഒരു സ്പിരിച്വൽ ടൂറിസമായിട്ട് മാത്രമായിട്ടാണ് ഇന്ത്യയെ കാണിക്കുന്നത്. ഷീ ടേക്സ് മെഡിറ്റേഷൻ ക്ലാസ്സസ് ബട്ട് സ്കിപ്സ് ദ ഡീപ്പർ റിലീജിയസ് മീനിങ് ബിഹൈൻഡ് ദം. മെഡിറ്റേഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ റിയൽ ട്രഡീഷനെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് അവൾക്കില്ല. അപ്പോൾ ഇത് വെറും ഒരു ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് മാറുന്നു. ആൻഡ് ഷീ ഡസൻ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓർ റിയൽ മീനിങ് ബിഹൈൻഡ് ദ പ്രാക്ടീസസ്. അപ്പോൾ ഫിലിമിൽ ഇത് കാണിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഷീ ക്യാൻ പിക്ക് ദ ഫൺ ആൻഡ് മീനിങ് ഫുൾ പാർട്സ് ഓഫ് ഈച്ച് കൾച്ചർ വിത്തൗട്ട് ഡീലിംഗ് വിത്ത് എനി സ്ട്രഗിൾസ്. അത് എന്താ പറയുക, ഇറ്റലിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബാലിയിലാണെങ്കിലും അവളിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും രസമുള്ളത് മാത്രം പിക്ക് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും അവളുടെ ബാക്കി ഫീലിങ്സും മാത്രമായിട്ട് ഫിലിം ചുരുങ്ങുന്നു. സോ അതൊരു റിയൽ ലൈഫ് ആയിട്ടുള്ള പോർട്രയൽ അല്ല. ഷീ സീക്സ് വിസ്ഡം ഫ്രം എ ബാലിനീസ് ഹീലർ ബട്ട് ഡസൻ ഫുള്ളി എൻഗേജ് വിത്ത് ബാലിനീസ് കൾച്ചർ. ബാലിയെ ആ ഒരു ഹീലർ മാത്രമായിട്ടാണ് ബാലിയെ കാണിക്കുന്നത്, അല്ലാതെ ബാലിയിലുള്ള മറ്റ് കൾച്ചറൽ ആസ്പെക്ട്സ് ഫിലിമിൽ വരുന്നില്ല. ഗിൽബർട്ട് ക്യാൻ കം ആൻഡ് ഗോ ആസ് ഷീ പ്ലീസസ് ബട്ട് ഷീ ഈസ് എ വെൽത്തി വുമൺ ആൻഡ് ഷീസ് വെസ്റ്റേൺ. അപ്പോൾ പുറത്തുനിന്നുള്ള വെസ്റ്റേൺ ആയിട്ടുള്ള ഒരാൾ ഒരു ഈസ്റ്റേൺ സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ ഒരു സ്പിരിച്വൽ ടൂറിസ്റ്റ് ഗെയ്സാണ് ഇവിടെ കാണുന്നത്. ഗെയ്സ് എന്ന് പറയുമ്പോൾ നോട്ടം എന്നാണ്. ടൂറിസ്റ്റിൻ്റെ ഒരു ഗെയ്സിലൂടെയാണ് നമ്മൾ ഫിലിം കാണുന്നത്. സോ ഇറ്റ്
disrespects ancient spiritual traditions and turns sacred practices into products to be bought and sold. അപ്പോൾ ആ നാട്ടിലെ ഒരു ഒറിജിനലായിട്ടുള്ള ട്രഡീഷനെ കുറച്ച് കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുകയും വിൽക്കാനും പറ്റുന്ന ലെവലിലേക്ക് വെറും ഷോ പീസ് മാത്രമായിട്ട് ആ കൾച്ചറിനെ കാണിക്കുന്നതാണ് ഫിലിമിന് അഗെയിൻസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം. ഷീ ഇഗ്നോർസ് ദ റിയൽ പീപ്പിൾ ആൻഡ് കൾച്ചേഴ്സ് ബിഹൈൻഡ് ദീസ് പ്രാക്ടീസസ് ആൻഡ് ലോക്കൽ പീപ്പിൾ ആർ എക്സ്പെക്റ്റഡ് ടു ഹെൽപ്പ് ഹെർ ഓൺ ഹെർ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അവളുടെ സെൽഫ് ഡിസ്കവറിക്കും ഉള്ള ഒരു ടൂൾസ് മാത്രമായിട്ട്, അല്ലാതെ അവരുടെ ഒരു റിയൽ ലൈഫിനെ ടച്ച് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഇല്ല. അപ്പോൾ അവിടുത്തെ റിയൽ ലൈഫ് കാണിക്കുന്നില്ല. സോ ദ ഇൻസ്റ്റഗ്രാം ഇഫക്റ്റ് ഓൾസോ ക്യാൻ ബി സീൻ. Modern spiritual tourism has been further commodified through social media, hiding the realities behind it, and it becomes a cultural exploitation from a privileged position. അപ്പോൾ ഒരു മോഡേൺ സ്പിരിച്വൽ ടൂറിസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്. ഒരു സ്ഥലത്തെ നമ്മുടെ ഒരു ക്യാമറ കണ്ണിലൂടെ കാണുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീന് മാത്രം കാണിക്കുകയും അതിനെ വിൽപ്പന ചരക്കാക്കി വെക്കുകയും ചെയ്യുന്നു. അത് അവിടുത്തെ ഒരു റിയൽ കൾച്ചറിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് സച്ച് എ ക്രിറ്റിസിസം ബിക്കംസ് ഇൻക്രീസിംഗ്ലി റെലവൻറ്റ് ഇൻ അവർ ഗ്ലോബലൈസ്ഡ് വേൾഡ് where spiritual tourism has been amplified by social media and the wellness industry. അപ്പോൾ നമുക്കറിയാം ആത്മീയതയുടെ ഒരു കച്ചവടമാണ് പലപ്പോഴും ടൂറിസത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന വെസ്റ്റേണേഴ്സ് ഇന്ത്യയിലെ സ്പിരിച്വാലിറ്റിയെ വെറും ഒരു പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിറ്റീരിയോറേഷൻ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ അണ്ടർസ്റ്റാൻഡിങ് സ്പിരിച്വൽ ടൂറിസം ഫ്രം ബെൽ ഹുക്സ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള എഴുത്തുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്, ഒരു ലേഡിയാണ് ബെൽ ഹുക്സ്. അപ്പോൾ ബെൽ ഹുക്സിൻ്റെ ഷീസ് എ ഫെമിനിസ്റ്റ് തിയറിസ്റ്റ്. അപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഇതിലേക്ക് ചേർത്ത് വായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹെർ ക്രിട്ടിക് ബിക്കംസ് പെർട്ടിക്കുലർലി റെലവൻറ്റ് ആൻഡ് ബെൽ ഹുക്സ് ഇസ് developing important insights about how privileged groups, particularly white Westerners, engage with and consume other cultures' spiritual practices. എങ്ങനെയാണ് വൈറ്റ് വെസ്റ്റേണേഴ്സ് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ വന്നിട്ട് അവരുടെ കൾച്ചറിനെ കാണിക്കുന്നത് എന്നാണ് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഹെർ ക്രിട്ടിക് ബിക്കംസ് പെർട്ടിക്കുലർലി റെലവൻറ്റ് വെൻ എക്സാമിനിങ് ഫിനോമിന ലൈക്ക് ഈറ്റ് പ്രേ ലവ് ആൻഡ് സിമിലർ നെറേറ്റീവ്സ് ഓഫ് വെസ്റ്റേൺ സ്പിരിച്വൽ സീക്കിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെറേറ്റീവ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈറ്റ് പ്രേ ലവ് എന്നുള്ള മൂവിയിൽ കാണാൻ പറ്റും. ആൻഡ് ഹുക്സ് ഡിസ്ക്രൈബ്സ് ഹൗ പ്രിവിലേജ്ഡ് പീപ്പിൾ ഓഫൺ ഫ്രം ദ വെസ്റ്റ് ട്രീറ്റ് അതർ കൾച്ചേഴ്സ് സ്പിരിച്വൽ പ്രാക്ടീസസ് ലൈക്ക് ഐറ്റംസ് ഇൻ എ സ്പിരിച്വൽ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് പോലെ ചോയ്സ് മാത്രമായിട്ട് ഒരു ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള സ്പിരിച്വാലിറ്റി, ആത്മീയത മാറുന്നു എന്നുള്ളതാണ് ഇവരുടെ ക്രിറ്റിസിസം. അപ്പോൾ ഗിൽബർട്ട് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആദ്യം ഇറ്റലിയിൽ പോകുന്നു, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രാക്ടീസിന് ബാലിയിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ളത് കുറച്ച് സീരിയസ് ആണെന്ന് പറയുന്നു, ബാലിയിലുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് എന്നുള്ളതൊക്കെ ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോത്ത് ഷോപ്പിൽ ചെന്നിട്ട്, ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് ഡ്രസ്സ് നമ്മൾ പിക്ക് ചെയ്യുന്ന അത്ര ലാഘവത്തോടെയാണ് ഈ രണ്ട് കൾച്ചറിനെയും കാണിക്കുന്നത്. അപ്പോൾ സച്ച് എ ടൂറിസം ഇഗ്നോർസ് ദ ഡീപ്പ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ റൂട്ട്സ് ഓഫ് കൾച്ചറൽ പ്രാക്ടീസസ്. ഫോർ എക്സാമ്പിൾ, വെൻ ദ ഫിലിം ഷോസ് മെഡിറ്റേഷൻ ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് പ്രസൻറ്റഡ് mainly as a tool for Gilbert's self-discovery rather than as a part of a complex religious and philosophical tradition. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ട്രഡീഷനാണ് ഇന്ത്യൻ മെഡിറ്റേഷൻ, യോഗ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനെ വെറും ഒരു ഷോ പീസ് മാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫിലിം സീക്രഡ് ആയിട്ടുള്ള തിങ്സിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് ക്രിറ്റിസിസം. ഇനി സിലബസിൽ വന്നിട്ടുള്ള ഒരു റീഡിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു പോസ്റ്റ് കൊളോണിയൽ ലെൻസിലൂടെ നമുക്ക് ഈ ഫിലിമിനെ കാണേണ്ടതുണ്ട്. പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വെസ്റ്റേൺ മീഡിയ നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള, നോൺ യൂറോപ്യൻ ആയിട്ടുള്ള കൾച്ചേഴ്സിനെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വെസ്റ്റേൺ ഫിലിമാണ്, അത് എങ്ങനെ ഈസ്റ്റേൺ ആയിട്ടുള്ള രാജ്യങ്ങളെ അവരുടെ കൾച്ചറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. So the ability to travel to an ashram, pay for the extended stays and access to spiritual teachers represents what Bell Hooks calls eating the other. നമ്മളിവിടെ അതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. യൂറോപ്യൻ ആയിട്ടുള്ള ആളുകൾ, യൂറോപ്പിലുള്ളതല്ലാതെ ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെയൊക്കെ എങ്ങനെ അവരുടെ അതറായിട്ട് കാണുന്നു. അവർ പ്രിവിലേജ്ഡ് ആണ്, അവർ കൾച്ചേർഡാണ്, ബാക്കിയുള്ളവരെല്ലാവരും മോശമാണ് എന്നുള്ള രീതിയിലാണ് ഒരു അതർ, OTHER, അതറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈറ്റിംഗ് ദ അതർ എന്നുള്ള ഒരു
കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ആൻഡ് യോഗ ആർ പ്രസൻറ്റഡ് പ്രൈമറിലി ആസ് ടൂൾസ് ഫോർ വെസ്റ്റേൺ സെൽഫ് ഡിസ്കവറി. ദ ഡീപ് കണക്ഷൻസ് ടു കോംപ്ലെക്സ് ഫിലോസോഫിക്കൽ ആൻഡ് റിലീജിയസ് ട്രഡീഷൻസ് ബിക്കം ഒബ്സ്ക്യൂർഡ്. ഈ ഓരോ കൾച്ചറിൻ്റെയും യോഗയുടെയൊക്കെ ഫിലോസോഫിക്കലും റിലീജിയസുമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതെല്ലാം നെഗ്ലക്റ്റഡ് ആവുന്നു. വെസ്റ്റേൺ ആയിട്ടുള്ള ആൾ കാണുന്ന ആ കാഴ്ച, അവരുടെ ഗെയ്സിൽ അവർ കണ്ട കാഴ്ച മാത്രമാണ് അവിടെ പകർത്തുന്നത്. അപ്പോൾ യോഗയെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും മാറ്റിവെക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും കാണുന്നതാണ്, കഥകളിയെ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഹോട്ടലിലെ ഒരു ലോബിയിൽ വെച്ചിട്ട് കഥകളി ആർട്ടിസ്റ്റ് വന്നിട്ട് ഒരു കഥകളിയുടെ കുറച്ച് ഭാഗം കാണിക്കുന്നു. അപ്പോൾ അവിടെ അതിന് ക്യാഷ് കിട്ടുന്നു. അപ്പോൾ അതൊരു സെല്ലിങ്ങിനുള്ള ഒബ്ജക്റ്റ് മാത്രമായിട്ട് മാറുന്നു. അല്ലാതെ കഥകളി ഒറിജിനലി കളിക്കേണ്ട അതിൻ്റെ ഇടത്തിൽ വെച്ചിട്ടോ സ്പേസിൽ വെച്ചിട്ടോ അല്ല അത് നടക്കുന്നത്. സോ ദിസ് ഈസ് എ ഫോം ഓഫ് ഡീകോണ്ടെക്സ്ച്വലൈസേഷൻ ആൻഡ് കൾച്ചറൽ അപ്രോപ്രിയേഷൻ. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിനെ വെസ്റ്റേണേഴ്സിൻ്റെ മുന്നിലുള്ളവരും ഒരു കാഴ്ച വസ്തുവായിട്ട് മാറുന്ന ഒരു കൾച്ചറൽ അപ്രോപ്രിയേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ദ സ്പിരിച്വൽ ടൂറിസം റിമൂവ്സ് റിലീജിയസ് പ്രാക്ടീസസ് ഫ്രം ദിയർ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അങ്ങനെ ആത്മീയതയുടെ ഒരു കച്ചവടമായിട്ട് സ്പിരിച്വൽ ടൂറിസം മാറുന്നു. സോ ദ ടൂറിസ്റ്റ് ഗേസ് ഡു നോട്ട് ഗിവ് എ റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വിസിറ്റഡ് പ്ലേസ്. ഒരിക്കലും ആ വിസിറ്റഡ് പ്ലേസിൻ്റെ ഒരു റിയൽ റെപ്രസെൻറ്റേഷൻ അല്ല ഈ ടൂറിസ്റ്റ് ഗേസിലൂടെ പുറത്ത് വരുന്നത്. അപ്പോൾ ബാലി വെറും വെസ്റ്റേണിൻ്റെ അതറായിട്ട് മാറുന്നു, വെറും ഒരു എക്സോട്ടിക് ആയിട്ടുള്ള വളരെ ഇവർക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന. ഗിൽബർട്ട് വരുന്നത് തന്നെ അങ്ങനെയാണ്. ലിസ് ഗിൽബർട്ട് വരുന്നത് തന്നെ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പുതിയൊരു അനുഭവത്തെ തേടിയുള്ള വരവാണ്. അല്ലാതെ ഇത് അവരുടെ ഇന്ത്യയിലോ ബാലിയിലോ ഉള്ള സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ട് അതറിയാനുള്ള ഒരു വരവല്ല. അപ്പോൾ ഇത് ഒരു യൂറോപ്യൻ മാസ്റ്ററുടെ ഈസ്റ്റേൺ കൺട്രീസിൻ്റെ അധറിങ് ആണ് ഇവിടെ കാണുന്നത്. സോ ഇതുപോലെ ഇവളിവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഇവളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് സമയം എനിക്ക് ദൈവത്തിൻ്റെ ഉള്ളംകൈയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് വരെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കാണാം, അതുപോലെ ഫിലിമിലുമുണ്ട്, അതുപോലെ ബുക്കിലുമുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വളരെ പ്രശസ്തിയായിട്ടുള്ള ഓപ്ര വിൻഫ്രിയുടെ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് ഗിൽബർട്ട് പറയുന്നത് കാണാം നമുക്ക്. അവിടെ വെച്ചിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് ഒരുപാട് കൊതുകുകൾ കടിച്ചു. ആ കൊതുകുകൾ കടിക്കുമ്പോഴും ഞാൻ എൻ്റെ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തു, കാരണം ഇറ്റ് വാസ് എ വെരി സീരിയസ് അഫെയർ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഇന്ത്യയുടെ ഒരു കൾച്ചറിനെ കളിയാക്കുകയും ഇന്ത്യയിലെ കൊതുകിനെയാണ് അവിടെ ഇവർ അസേർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു അധറിൻ്റെ കണ്ണിലൂടെയാണ് എന്താ പറയുക, എലിസബത്ത് ഗിൽബർട്ട് ആണെങ്കിലും ഈ ഫിലിമിൽ കാണുന്ന ലിസ് ഗിൽബർട്ട് ആണെങ്കിലും ഒരു അതറിൻ്റെ കണ്ണിലൂടെയാണ് ഇന്ത്യയെയും ബാലിയെയും കാണുന്നത് എന്നുള്ളതാണ്. സോ സച്ച് എ പോർട്രയൽ ക്രിയേറ്റ്സ് ഫാൾസ് ഐഡിയാസ് അബൌട്ട് ദീസ് കൾച്ചേഴ്സ് ഇൻ വെസ്റ്റേൺ മൈൻഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങളും ഇങ്ങനെയുള്ളൊരു പോർട്രയലും ഈ ഇന്ത്യയിലെയും ബാലിയിലെയും ഒറിജിനൽ കൾച്ചേഴ്സിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഐഡിയാസാണ് ഒരു വെസ്റ്റേൺ മീഡിയക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹ്യൂജ് ടേൺ ഓവർ വന്നിട്ടുള്ള, ഒരുപാട് വിറ്റുപോയിട്ടുള്ള സിനിമ എന്ന് പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഒരു നെഗറ്റീവായിട്ട് മാറുന്നു. Okay, so such portrayals creates false ideas about these cultures in Western minds, and natives even feel pressurized to commodify their spiritual practices. അപ്പോൾ കേരളത്തിൽ വരുന്ന ഒരു വെസ്റ്റേണർക്ക് വേണ്ടിയിട്ട് അയാളുടെ മുമ്പിൽ കഥകളിയുടെ വേഷം കെട്ടിയിട്ട് ആടാൻ കഥകളി പെർഫോം ചെയ്യുന്ന ആൾ പ്രഷറൈസ്ഡ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഡിറ്റീരിയോറേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സോ ദിസ് ക്യാൻ ലീഡ് ടു വാട്ട് ഹുക്സ് കോൾസ് കൾച്ചറൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഒരു കലാരൂപത്തിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പ്രാക്ടീസിന് സംഭവിക്കുന്ന ഇടിവിനെ, ഡിറ്റീരിയോറേഷനെ കൾച്ചറൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടേമിലാണ് ബെലൂക്സ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ്ലി ഈറ്റ് പ്രേ ലവ് ആസ് എൻ അഡാപ്റ്റേഷൻ ഫിലിം. ഒരു പുസ്തകത്തിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ ഒരു ഫിലിം. അപ്പോൾ റയാൻ മർഫി ഈ ഫിലിം എടുക്കുമ്പോൾ കൾച്ചേഴ്സിനെ ഇങ്ങനെ ഷോപ്പ് പീസായിട്ട് കാണിക്കുന്നതിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബുക്കാണെങ്കിൽ ഇറ്റ് വാസ് എ ലോങ് ബുക്ക്, അതുകൊണ്ട് തന്നെ ഗിൽബർട്ടിൻ്റെ ഇന്ന തോട്ട്സും ഫീലിങ്സും സ്പിരിച്വൽ ഗ്രോത്തും ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്കിൽ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ഫിലിം ഇറ്റ് ചേഞ്ചസ്. ഫിലിം നീഡ്സ് ടു ഷോ തിങ്സ് വിഷ്വലി. സോ ദ മൂവി ഹാഡ് ടു ടേൺ
ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് ഇൻ ടു സംതിങ് വി കുഡ് സീ എക്സ്റ്റേർണലി. ഉള്ളിൽ സംഭവിക്കുന്ന തോട്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷനെ ഫിലിം വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഇറ്റലിയെ കാണിക്കുമ്പോഴാണെങ്കിൽ അവിടുത്തെ ഫുഡ് റെസിപ്പീസും കാര്യങ്ങളും, അതുപോലെ ഇന്ത്യയിലെ സ്പിരിച്വാലിറ്റി, ബാലിയിലെ സ്പിരിച്വാലിറ്റിയും പ്ലഷറും എല്ലാം, ഇതെല്ലാം കുറച്ചും കൂടി കളർഫുള്ളായിട്ടാണ് കാണിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് ഇൻറ്റേർണൽ തോട്ട്സ് കാണിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ലീഡ് ടു ഓവർ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഡീപ്പ് മെഡിറ്റേഷൻ ആയി പഠിക്കുന്ന ആ സ്ട്രഗിളെല്ലാം വളരെ കുറച്ച് നേരം കാണിക്കുന്ന ചില സ്ലൈഡ്സ് ഓഫ് പിക്ചേഴ്സോ മാത്രമായിട്ട് ചുരുങ്ങുന്നു. അപ്പോൾ ജൂലിയ റോബർട്ട്സ് ഇത്തിരി നേരം മെഡിറ്റേറ്റ് ചെയ്ത് ഇരിക്കുന്നത് മാത്രമാണ് ഫിലിമിൽ കാണിക്കുന്നത്. സോ ടൈം ഈസ് കംപ്രസ്ഡ് in the film. The book covers a full year of experience in detail. The film had to compress this into roughly 2 hours. അപ്പോൾ this means cutting out many important moments of cultural learning and personal growth. അപ്പോൾ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുള്ള ഐഡിയ തന്നെ പുസ്തകത്തിൽ തന്നെ അദറിങ് ഉണ്ട്. എന്നിട്ട് പിന്നെ ആ പുസ്തകം അഡാപ്റ്റ് ചെയ്ത് ഫിലിമാക്കി മാറ്റുമ്പോൾ അതിൽ കുറച്ചുകൂടി ഡിറ്റീരിയോറേഷൻ അല്ലെങ്കിൽ മോശമാക്കിയിട്ടാണ് ഈ കൾച്ചറിനെ കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് for listening to me.